ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ കള്ളിങ്കി മാർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ യൂക്കിൻ്റെ ഒരു എൻട്രിയാണ് കാണിക്കുന്നത്. യൂക്കിനെ കണ്ടതും കെഞ്ചാക്കു അവൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജയൻ്റ് ആയിട്ടുള്ള ഒരു ഷിനിഗാമിനെ പുറത്തിറക്കുന്നുണ്ട്. ഷിനിഗാമിയല്ല, ഒരു കേഴ്സ്ഡ് എനർജീനെ പുറത്തിറക്കുന്നുണ്ട്. ഇത് കണ്ടതും യൂക്കി അവളുടെ ഒരു ഷിനിഗാമിനെ പുറത്തിറക്കുന്നുണ്ട്. അതൊരു ഗരുഡ എന്നാണ് അതിൻ്റെ പേര്. ആ ഗരുഡ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ബോൾ പോലുള്ള ഒരു ഷിനിഗാമിയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കെഞ്ചാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷിനിഗാമി എന്ന് പറയുന്നത് നമ്മുടെ US പ്രസിഡന്റിനൊക്കെ വിരട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ഷിനിഗാമി ഇല്ലേ, ആ ഒരു ഷിനിഗാമി തന്നെയാണ് ഈ ഷിനിഗാമി എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. നമ്മൾ യൂക്കി എന്ത് ചെയ്യുന്നത്, അവളുടെ ഗരുഡനെ ഇറക്കുന്നുണ്ട്. ഗരുഡൻ എന്ന് പറഞ്ഞൊരു ബോൾ പോലുള്ള ഒരു ഷിനിഗാമി. ആ ഷിനിഗാമി നേരെ വന്നിട്ട് കെഞ്ചാക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്ക് വെറുതെ വിടുമോ? കെഞ്ചാക്കു അവൻ്റെ കേഴ്സിനോട് യൂസ് ചെയ്തിട്ട് ഇവരോട് മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കെഞ്ചാക്കുവിന് ഇവരുടെ സ്പീഡ് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് യൂക്കി അവരുടെ ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇടി തന്നെ ഫസ്റ്റ് തന്നെ കെഞ്ചാക്കു വാങ്ങിക്കൂട്ടുന്നുണ്ട്. ആ ഒരു ഇടി തന്നെ കെഞ്ചാക്കു പറന്നു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ യൂക്കി പറയുന്നുണ്ട്, എടാ ചെറുക്ക, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നിന്നെപ്പോലെയല്ല, ഞാനൊരു മാസാണെന്ന് പറയുന്നുണ്ട്. ഇവളുടെ ഈ മാസിൻ്റെ പവർ കൊണ്ട് തന്നെ ഇവളുടെ ഈ കാലിനും അതേപോലെ തന്നെ ഇവളുടെ കൈക്കും പോരാത്തന്നെ ഇവള് യൂസ് ചെയ്യുന്ന ആ ഗരുഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷിനിഗാമില്ലേ, ആ ഷിനിഗാമിക്ക് വരെ പവർ കിട്ടും. സോ ഈ ഒരു അടി കെഞ്ചാക്കുവിന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കെഞ്ചാക്കുവിന് മനസ്സിലാകുന്നുണ്ട് ഇവള് നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് തന്നെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ യൂക്കി ടെങ്കന് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. കാരണം ടെങ്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കെഞ്ചാക്കു എപ്പോഴാണോ അവൻ്റെ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നത്, അതായത് അവൻ്റെ കേഴ്സിനോട് യൂസ് ചെയ്തിട്ടാണ് അവൻ്റെ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നത്, അന്നേരം തന്നെ ടെങ്കൻ ഈ കെഞ്ചാക്കുവിന് ചുറ്റും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. ടെങ്കൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ബാരിയർ കെഞ്ചാക്കുവിൻ്റെ ഡൊമൈനെ അനാലിസിസ് ചെയ്തിട്ട് അപ്പം തന്നെ അതിൻ്റെ പവർ ന്യൂട്രലൈസ് ചെയ്യും. അതാണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. ഈ കെഞ്ചാക്കു മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടെങ്കൻ്റെ റിയൽ ബോഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് ടെങ്കൻ്റെ റിയൽ ബോഡിയല്ല, അവനൊരു ട്രീ കാണിച്ചിരുന്നില്ല നമ്മളെ, ആ ട്രീ എന്നതാണ് ഇവൻ്റെ റിയൽ ബോഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രീൻ്റെ ഉള്ളിലത്തെ ഈ റിയൽ ബോഡി കെഞ്ചാക്കുവിന് വേണം. അതുകൊണ്ടാണ് കെഞ്ചാക്കു ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ടെങ്കന് മാക്സിമം ഇവരോട് ഫൈറ്റ് ചെയ്യാനും 10 സെക്കൻഡോളം ഇവരെ ഹോൾഡ് ചെയ്യാനും പറയുന്നത്. അതായത് കെഞ്ചാക്കുവിനോട് ഫൈറ്റ് ചെയ്യാൻ ഇവർക്ക് 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യൂക്കിയൊക്കെ മാക്സിമം എഫേർട്ട് എടുത്ത് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ യൂക്കി വീണ്ടും ഇവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെങ്കൻ്റെ ബോഡി അവന് കിട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവരുടെ ഫുൾ പവർ എടുത്തിട്ടാണ് കെഞ്ചാക്കുവിനോട് ഫൈറ്റിന് പോകുന്നത്. പക്ഷേ ഇവിടെ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കെഞ്ചാക്കുവിന് ഇവരുടെ പ്ലാൻ മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവന് ഡൊമൈൻ യൂസ് ചെയ്തിട്ട് ഇവൻ്റെ ഡൊമൈൻ ടെങ്കൻ്റെ ഈ പവർ വെച്ചിട്ട് ബാരിയർ വെച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ കെഞ്ചാക്കുവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കു ഒരു വലിയ അറ്റാക്ക് യൂക്കിക്കെതിരെ കൊടുക്കുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കിട്ടിയതും യൂക്കി ചോലെ കുളിച്ചാടെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കു വീണ്ടും അവളെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് വാനിഷ് ആയി പോകുന്നുണ്ട്. അതായത് പെട്ടെന്ന് അവൻ വാനിഷ് ആയി പോയെങ്കിൽ ഇവളുടെ ഷിനിഗാമി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കുവിന് ഒരു പേടി വന്നിട്ടുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട്. നോക്കുമ്പോൾ കെഞ്ചാക്കുവിൻ്റെ തൊട്ട് പുറകെ തന്നെ യൂക്കി നിൽക്കുന്നുണ്ട്. യൂക്കി വേഗം വന്നിട്ട് പുറകെ കൂടെ തന്നെ കെഞ്ചാക്കുവിനെതിരെ ഒരു വലിയ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. യൂക്കിക്ക് ആണെങ്കിൽ ഒരു കൈ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് കെഞ്ചാക്കുവിനെതിരെ ഫൈറ്റിന് പോകുന്നുണ്ട്. പിന്നെ യൂക്കിക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ആയതുകൊണ്ട് തന്നെ യൂക്കി ഒരുപാട് തളർന്നു പോകുന്നുണ്ട്. അവൾക്ക് അത്രയ്ക്കും വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കു പറയുന്നുണ്ട്, യൂക്കി, നീ നിന്റെ ലിമിറ്റിനെ പുഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിനക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ യൂക്കി പറയുന്നുണ്ട്, മോനെ, ഞാൻ മാത്രമല്ല നിന്നോട് ഫൈറ്റിന് വന്നെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പുറക്കുന്ന ചോസ വന്നിട്ട് ഈ കെഞ്ചാക്കുവിനെ ഒരു വലിയ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ആയി നിൽക്കുകയാണ്. അതായത് രണ്ടുപേരും യൂക്കിയും ചോസോയും കൂടെ ചേർന്നിട്ട് കെഞ്ചാക്കുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കെഞ്ചാക്കുവിന് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അവൻ നേരെ തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷേ വീണ്ടും കെഞ്ചാക്കു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോസോനെയും ഈ യൂക്കിനെയും അടിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടെങ്കൻ പറഞ്ഞിട്ടുള്ള ഈ യൂക്കിക്കുള്ള കൊടുത്ത ആ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. 10 സെക്കൻഡ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ അവൾ ഡിഫീറ്റ് ആയിട്ടുണ്ട്. അവൾക്ക് അത്രയ്ക്കും വയ്യാതായിട്ടുണ്ട്. അങ്ങനെ ഈ ഫൈറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂക്കിയാണെങ്കിൽ അടി വാങ്ങിക്കൂട്ടില്ലാണ്ട് അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആഫ്റ്റർ ലൈഫ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ചോസോ യൂക്കിനോട് പറയുന്നുണ്ട്, യൂക്കി, ടോക്കിയോയിൽ അന്ന് ഷിബുയിൽ ഒരുപാട് പേർ മരിക്കാൻ കാരണക്കാരൻ ഞാനാണ് ഒരുപാട് പേരെ കൊന്നത്. ഞാനൊരു കേഴ്സഡ് യൂസർ ആവാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ബ്രദേഴ്സ് ഒന്നും അങ്ങനെയാകാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ യൂക്കി പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നീ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യൂജിക്ക് ആരുമില്ല, അത് നീ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം തന്നെ ചോസോ അവൻ്റെ ബ്ലഡ് യൂസ് ചെയ്തിട്ട് ഷുരിങ്കം പോലുള്ള ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കെഞ്ചാക്കുവിനെ അടിക്കാൻ പോകുമ്പോൾ തന്നെ ടെങ്കൻ അവിടെ വെച്ചിട്ട് അവനെ ടെലിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ കെഞ്ചാക്കു യൂക്കിനെ അടിച്ചിട്ട് അവളെ 2 കഷ്ണാക്കി പറിച്ചെറിയുന്നുണ്ട്. അന്നേരം തന്നെയായിരിക്കും ടെങ്കനും അങ്ങോട്ട് വരുന്നത്. ആ ടൈം തന്നെയായിരിക്കും ചോസോ അവൻ ടെലിപ്പോർട്ട് ചെയ്തിട്ട് ആ വഴിക്ക് നേരെ ചാടി വന്ന് കെഞ്ചാക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്.